ഈ ദിവസങ്ങളിലൊക്കെ നാട്ടുവോട്ടിലും ഒപ്പം തന്നെ നമ്മുടെ എല്ലാ തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനുകളിലും ഒക്കെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം മുഴുവൻ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ ലോകരാജ്യങ്ങളെ പോലും പിന്തള്ളിക്കൊണ്ട് കേരളം നേടുന്ന നേട്ടങ്ങൾ ഇങ്ങനെ ഒരുപാടെണ്ണം എണ്ണിപ്പറയാൻ നിൽക്കുമ്പോൾ പോലും BJP ഭരിക്കുന്ന കേരളത്തിലെ ഒരു നഗരസഭയുടെ കാഴ്ചകളിലേക്കാണ് നമുക്കിനി പോകേണ്ടത് അല്ലേ? പാലക്കാട് നഗരസഭ. എന്തായാലും കേരളം ഇങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ പാലക്കാട് നഗരസഭ പക്ഷേ പിന്നിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 20 വർഷം പുറകോട്ട് യാത്ര പോയിരിക്കുന്നു എന്നുള്ളതാണ്. വികസന മുരടിപ്പിന്റെ കാഴ്ചകളും അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. എത്തരത്തിലാണ് ഈ പാലക്കാട് നഗരസഭയെ BJP ഇങ്ങനെ ആക്കിയത്? അതെ അതെ അതെ, തീർച്ചയായും അത് കാണാം. ഇതിലും വലുത് ചാടിക്കിടന്നതായി KK ജോസഫ്. പിന്നെ എൻ്റെ പുറകില് ഒരു പ്രേതാലയം പോലെ അനാഥമായി കിടക്കുന്ന ഈ ബിൽഡിംഗ് എന്താണെന്നറിയാമോ? ഇതാണ് പാലക്കാട്ടെ നഗരസഭയുടെ ടൗൺ ഹാൾ. 2016 മുതൽ ഇതിങ്ങനെ പൊളിച്ചിട്ടിരിക്കുകയാണ്. 10 കൊല്ലത്തോളമാകുന്നു. ഇതുവരെ ഈ ബിൽഡിങ്ങിന് ഒരു ശവമോഷം കിട്ടിയിട്ടില്ല. ഷാഫി പറമ്പിൽ MLA ആയ കാലത്താണ് പുതിയ ടൗൺ ഹാൾ പണിയാനായിട്ട് ഇത് പൊളിച്ച് ഇങ്ങനെയൊരു നിർമ്മാണം ഇവിടെ നടത്തിയത്. 10 കൊല്ലമായി ഒരു മാറ്റവുമില്ല, അതുപോലെ നിൽക്കുകയാണ്. നഗരസഭയോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ നാളെ പണിയാം, മറ്റന്നാൾ പണിയാം, പിറ്റന്നാൾ പണിയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി MLA ചോദിച്ചാലോ കൈ മലർത്തും. ഇന്ന് പാലക്കാട്ടെ MLA ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, ഒളിവിലാണ്. ഒളിയിടത്തിൽ പോയി ചോദിക്കേണ്ടി വരും. ഇതാണ് പാലക്കാട്ടെ ടൗൺ ഹാളിൻ്റെ അവസ്ഥ. നമുക്കിനി ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാം. ഇതാണ് ഇതിൻ്റെ ഉൾവശം. സത്യം പറഞ്ഞാൽ ഒരു പ്രേതാലയം തന്നെയാണ് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകൾ എടുത്താൽ സ്വന്തമായി ടൗൺ ഹാൾ ഇല്ലാത്ത ഏക നഗരസഭ അല്ലെങ്കിൽ ഏക ജില്ലാ ആസ്ഥാനം അത് പാലക്കാടാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത്രമാത്രമുണ്ട് പാലക്കാട്ടെ നഗരസഭയുടെയും പാലക്കാട്ടെ MLA കഴിവ്, അല്ലെങ്കിൽ അവരുടെ ഒരു വികസനം നടത്താനുള്ള ആഗ്രഹം എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. കാരണം ഇതിനകത്ത് അധികം നേരം നിൽക്കുന്ന അത്ര സേഫ് അല്ല. കാരണം എപ്പോഴാണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നതെന്ന് അറിഞ്ഞുകൂടാ. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളം കൂടിയാണ് ഈ പറയുന്ന ഇടമെന്ന് പറയുന്നത്. നമ്മുടെ നികുതി പണമാണ് ആരാലും വേണ്ടാതെ ഇങ്ങനെ നശിച്ചു പോകുന്നത്. ഇനി ഈ ഗതികേടിന് പാലക്കാട്ടുകാർക്ക് എന്ത് പറയാനുണ്ടെന്ന് കൂടി കേൾക്കണ്ടേ? നിങ്ങളുടെ ടൗൺ ഹാള് ഒരു പ്രേതാലയം, ഈ ഭാർഗവീ നിലയം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഏകദേശം അതുപോലെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം വലിയ പരിതാപകരം തന്നെയാണ്. 9 വർഷമായി ശരിക്ക് പൊളിച്ചിട്ടിട്ട്. അത് പ്രത്യേകിച്ച് നമ്മളെ ഷാഫി പറമ്പിൽ MLA അന്ന് അയാൾ ആ വികസനം ഏറ്റെടുത്ത് ജനങ്ങൾക്കിടയിൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കക്ഷി അത് ചെയ്യാൻ കാരണം. പക്ഷേ അതിനെ ഒരിക്കലും ഒരു നവീകരണമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിന്നെ അതുപോലെ തന്നെ BJP ഇടയിൽ വന്ന് നമ്മളെ MP സുരേഷ് ഗോപി വന്ന് ജനങ്ങളുടെ ഇടയിൽ കണ്ണു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി. ഒരിക്കലും ആ ഒരു കണ്ണിൽ പൊടി ഇടുക എന്നല്ലാതെ അതൊരിക്കലും പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ജനങ്ങൾക്കിടയിൽ ഈ മുനിസിപ്പാലിറ്റി പ്രദേശത്തിൽ പാലക്കാട് മാത്രമുള്ളൂ ഇങ്ങനെ ഒരു വികസന മുരടിപ്പ്. വാർത്തകൾ വരുമ്പോൾ ടൗൺ ഹാൾ വലിയ ഉദ്ഘാടനം ചെയ്തു, അതുപോലെ തന്നെ ഭയങ്കര നടക്കുന്നില്ല. അതായത് ഇവിടെ ശോചനീയാവസ്ഥ തന്നെ വളരെ പ്രയാസമാണ്. ഈ ശോചനീയാവസ്ഥ പറഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, മദ്യക്കുപ്പി, അതുപോലെ ഈ രാത്രി കാലങ്ങളിൽ മദ്യപിക്കുക, അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നല്ല. മനുഷ്യന് ഉപകാരമില്ല, ജനങ്ങൾക്കുമില്ല. ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ടൗൺ ഹാള്. അത് നമ്മളെ പാലക്കാട് മാത്രമാണ് അപ്പോൾ അത് ഇല്ലാത്തത്. മറ്റ് ജില്ലകളിലൊക്കെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. വലിയൊരു പ്രയാസം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ആ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് അവർ ചെയ്ത ഒരു പൊള്ളയായ ഒരു കാര്യമാണ് ഈ ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനം. ഒരിക്കലും അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. അല്ല, ഇനിയിപ്പോൾ പരാതി പറയാൻ ഇപ്പം MLA അടുത്ത് നിന്ന് പരാതി പറയാൻ പറ്റത്തില്ല. കാരണം പുള്ളി എവിടെ ആർക്കും MLA എവിടെയെന്ന് ആർക്കും അറിയില്ല, ഒളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവർ കൈമലർത്തും. അവരും ഇല്ല, അവിടെ ആളല്ലേ, ഇപ്പോൾ അവരും ആരില്ല. ഇപ്പോൾ ഇലക്ഷൻ വർക്കിൽ അവരും പോയി, ആരും പറയാനില്ല. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ടൗൺ ഹാളെന്ന് പറഞ്ഞാൽ രസമായിരുന്നു. പിന്നെ നാട്ടിൽ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമായിരുന്നു. നമ്മുടെ ചെറുപ്പത്തിൽ ടൗൺ ഹാൾക്ക് വരുന്ന ഒരു ആകാംക്ഷയായിരുന്നു. നമ്മുടെ മക്കൾക്ക് ടൗൺ ഹാളില്ല. നമ്മുടെ പാലക്കാടെന്ന് പറഞ്ഞാൽ മൊത്തം BJP വരച്ച് മുടിച്ച് 10 വർഷം. അല്ല, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്ത് പറയുന്നുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഭരണം കിട്ടിയാൽ ഒളിമ്പിക്സ് നടത്തുന്ന പുള്ളി പറഞ്ഞേക്കുന്നത്. ഇവിടെ 10 വർഷം പഠിച്ചിട്ട് ഒളിമ്പിക്സിൽ എന്ത് നടത്തുന്നത്? ഒരു കാളപൂട്ട് നടത്തുള്ള ചളിക്കൂണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. കേരളത്തിൽ നമ്മൾ പറഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പകുതി മുക്കാൽ നമ്മൾ നടത്തി കഴിഞ്ഞു. പാലക്കാട് മുനിസിപ്പാലിറ്റി ഈ 10 വർഷത്തിൽ ഭയങ്കരമായിട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആർക്ക് പോയി കംപ്ലയിൻറ്റ് പറയാനെന്ന് നിങ്ങൾ പറഞ്ഞ മാതിരി പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഒരു MLA ഉണ്ടായിരുന്നത് കാണാനില്ല. MLA തപ്പിയിട്ട് പിന്നെ കേന്ദ്ര സൈന്യത്തിന് വിളിക്കണം തോന്നുന്നു. മൂപ്പര് ബാംഗ്ലൂർ മൈസൂരൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടൂർ പോയി അതെ, ടൂർ പോയിരിക്കുകയാണ്. ഇനി കേന്ദ്ര സൈന്യത്തിന് വിന്യസിപ്പിക്കണം തോന്നുന്നു MLA കണ്ടുപിടിക്കാൻ. ആ അവസ്ഥ ഇപ്പോൾ പാലക്കാട്. പാലക്കാട്ടുകാരുടെ ഗതികേടിനെ കുറിച്ചാണ് കേട്ടോ അവർ പറയുന്നത്. ഏതായാലും ഈ ടൗൺ ഹാള് ഒരു പ്രതീകമാണ്. ഈ നഗരസഭ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നും അവരുടെ ഭരണം എങ്ങനെയാണ് കടന്നുപോയതെന്നും ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. മറ്റൊന്നും എനിക്കതിൽ കൂട്ടിച്ചേർക്കാനില്ല. ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മളോട് പറയും കഴിഞ്ഞ 10 വർഷത്തെ പാലക്കാടിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ഭരണ നേട്ടം എന്തായിരുന്നുവെന്നും ഇവിടുത്തെ MLA ഈ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏത് വഴിക്ക് പോയെന്നും ഇത് നമ്മളോട് പറയും.